MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ഉപദേശക സമിതിയുടെ തീരുമാനം. അനാട്ടമി ആക്ട് പ്രകാരം സാക്ഷിമൊഴികൾ നിലനിൽക്കുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. അതേസമയം തീരുമാനത്തിനെതിരെ ലോറൻസിന്റെ മകൾ ആശ ഉടൻ തന്നെ അപ്പീൽ നൽകും. കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ ആശ ലോറൻസിന്റെ അഭിഭാഷകൻ കൃഷ്ണരാജിനെതിരെ കേസെടുത്തു. റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയയിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉപദേശക സമിതിയുടെ ആ തീരുമാനം നമുക്ക് കേൾക്കാം. പ്രിൻസിപ്പലിന്റെ വാക്കുകളിലേക്ക്. ആദ്യമായിട്ട് അതുകൊണ്ട് ഒന്നാമത് അത്രയും വലിയൊരു മനുഷ്യനാണ്. പിന്നെ അതിൽ മക്കളും പല തരത്തിൽ ഇരിക്കുന്നു, അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ അവരുടെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാൻ എപ്പോഴും നമ്മൾ ആ മനുഷ്യൻ്റെ വില്ലാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട്. ഉടനെ ഇല്ല, കാര്യം ഷെൽഫ് ലൈഫ് ഇപ്പോൾ കുറച്ചുണ്ടല്ലോ. അപ്പോൾ അത് ബോഡി പ്രിസർവ് ചെയ്യുന്ന സ്റ്റേജ് ആകുമ്പോൾ ഉടനെ എംബാം ചെയ്ത് പ്രിസർവ് ചെയ്യും. റിയ ബേബി നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർണായകമായ 3 കാര്യങ്ങൾ. ഒന്ന്, വൈദ്യ പഠനത്തിന് തന്നെ വിട്ടു നൽകും എന്നുള്ളതാണ്. രണ്ടാമത്, അപ്പീൽ പോകാൻ ആശ ഒരുങ്ങുന്നു. മൂന്നാമത്, ഇപ്പോൾ ആശയുടെ അഭിഭാഷകൻ കൃഷ്ണരാജിനെതിരെ കേസെടുത്തിരിക്കുന്നു. ഹൈക്കോടതി നിയോഗിച്ച സമിതിയാണ്. അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നോ? കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ആശയുടെ അഭിഭാഷകനായ കൃഷ്ണരാജ് ഫോണിൽ വിളിച്ച് അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നതാണ് കളമശ്ശേരി പോലീസിന് മുമ്പാകെ പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ആ പരാതിയിലാണ് കളമശ്ശേരി പോലീസ് ആശ ലോറൻസിന്റെ അഭിഭാഷകനെതിരെ കേസെടുത്തിരിക്കുന്നത്. കൃഷ്ണരാജിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിലേറ്റവും ഇനി സംഭവത്തിലേക്ക് വന്നാൽ ഈ നാടകീയ സംഭവങ്ങൾക്കൊക്കെ ഒടുവിലാണ് അനാറ്റമി ആക്ട് പ്രകാരം MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ 2 സാക്ഷിമൊഴികളാണ് ഉപദേശക സമിതി പരിഗണിച്ചത്. MM ലോറൻസിന്റെ ബന്ധുക്കൾ കൂടിയായ ആ 2 പേർ സജീവനോടെ MM ലോറൻസ് ഈ ആഗ്രഹം പ്രകടിപ്പിച്ചതിന് തങ്ങൾ സാക്ഷികളാണെന്ന് ഉപസമിതിക്ക് മുമ്പാകെ മൊഴി നൽകി. അത് വിശ്വാസയോഗ്യമായ മൊഴിയാണെന്നും അനാറ്റമി ആക്ട് പ്രകാരം അത് നിലനിൽക്കുമെന്നുമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയത്. പക്ഷേ ഇവിടെ ഈ നിലവിലെ സാഹചര്യങ്ങളും എതിർപ്പുകളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഉടനെ തന്നെ വൈദ്യ പഠനത്തിന് ആ മൃതദേഹം ഉപയോഗിക്കാൻ ഒരു സാധ്യതയില്ല. അത് എംബാം ചെയ്ത് സൂക്ഷിക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ആശ അപ്പീൽ നൽകുമ്പോൾ അത് കഴിഞ്ഞ് മറുപടി വരാനുള്ള ഒരു അവകാശം, ഒരു സമയം കൂടി അവിടെ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പീൽ പോകുമെന്ന് മകൾ ആശ ലോറൻസ് അല്പസമയം മുമ്പ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്.